പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ നാട്ടിൽ കൺവെൻഷൻ്റെതായ തിരക്കുകളായിരുന്നു. കൺവെൻഷനും പരസ്യങ്ങളും ആ ഒരു സീസൺ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സമയമായിരുന്നു. അനേക ഇടങ്ങളിൽ പരസ്യങ്ങളിലും കൺവെൻഷനുകളിലും കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം അവസരം നൽകി. ഇപ്പോൾ മാർച്ച് മാസത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ SSLC പരീക്ഷയുടേതായ ഒരു കാലയളവാണ്. അപ്പോൾ നമുക്ക് പൊതുവിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് പോലീസിൻ്റെ മൈക്ക് അനുമതി ഒന്നും ലഭിക്കാത്ത ഒരു കാലയളവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ അല്പം ഫ്രീ ടൈമിലായിരിക്കുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കണ്ണോടിക്കുമ്പോൾ വളരെ അത്യാവശ്യമായി ഒരു മറുപടി പറയേണ്ടുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ക്രൈസ്തവ മേഖലയിൽ ഒരു പാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുകയും അതേസമയം ഒരു പാട്ടുകാരൻ, ഗാന രചയിതാവ് എന്ന നിലയിലുമൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന റെജി നാരായണൻ, അദ്ദേഹത്തെ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് പാസ്റ്റർ റെജി നാരായണൻ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം ശ്രദ്ധയിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ പലരും ആ വിഷയത്തിൽ അവരുടേതായ മറുപടി, അവരുടേതായ അതിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തി. എങ്കിലും അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു വാക്ക് പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ബോധ്യം വന്നു. അതിൻ്റെ കാരണം, ഇന്ന് ക്രൈസ്തവ മേഖലയിൽ വിശ്വാസികളുടെ നാവുകൊണ്ട് ഒരിക്കലും പാടിക്കാൻ പാടില്ലാത്ത ഗാനങ്ങൾ എഴുതി പാടിക്കുന്ന, തുള്ളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മാന്യദേഹം. പ്രതികരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഏതൊക്കെയോ പാട്ടെഴുതുകയോ ആരെ തുള്ളിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ മാറ്റർ അല്ല. പക്ഷെ അദ്ദേഹം ഒരു വേദിയിൽ പറയുകയാണ്, പെന്തക്കോസ്തു സമൂഹം എന്തിനാണ് പഴയ പാട്ടുകളെ പാടുന്നത്, പഴയ കാലത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്പെസിഫിക് ആയിട്ടൊരു പാട്ടിനെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരിഹാസം നടത്തുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോയിൽ അത്യാവശ്യം മറുപടി പറയേണ്ടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നത് മിരിയാം മുടി അഴിച്ചിട്ട് പാട്ടുപാടി എന്നാണ്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. വർഷങ്ങളായി ഭാണ്ഡത്തിനകത്തിരുന്ന് തപ്പങ്ങോട്ട് എടുത്ത് മിരിയാം ആ തലമുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചങ്ങോട്ട് തപ്പെടുത്ത് താളം തട്ടുമേ, ഞാൻ അതിനും പാട്ടെഴുതി. അപ്പോ നിങ്ങൾ കേട്ടല്ലോ, നമ്മളാരും വായിച്ച ബൈബിളിൽ ഒരിക്കലും ഒരിടത്തും മിരിയാം മുടി അഴിച്ചിട്ട് പാടിയെന്നോ ആടിയെന്നോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇദ്ദേഹം കണ്ടു മിരിയാം മുടി അഴിച്ചിട്ടാണ് പാടിയതെന്ന്. അത് എവിടുന്നാണ് കിട്ടിയതെന്ന് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു പണ്ട് ഈ തെയ്യം വല്ലതും കാണാൻ പോയ ഓർമ്മയിൽ, ഈ തെയ്യം തുള്ളലോ ഓട്ടം തുള്ളലോ ഒക്കെ കണ്ട ഓർമ്മയിലെങ്ങാനും പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. ഏതായാലും ബൈബിളിൽ മിരിയാം മുടി അഴിച്ചിട്ട് ഉറഞ്ഞു തുള്ളി എന്നൊന്നും വേദപുസ്തകത്തിലില്ല. ശേഷം അദ്ദേഹം പറയുന്ന പ്രസ്താവന, അദ്ദേഹം എഴുതിയ ഒരു പാട്ട്, തപ്പെടുത്ത് താളം തട്ടു എന്ന് പറഞ്ഞൊരു പാട്ട് അദ്ദേഹം എഴുതി. ആ പാട്ട് പാടി ഒരു സഭയിൽ ഒത്തിരി പേര് നൃത്തം ചെയ്യുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. നാവെടുത്ത് സ്തുതി പാടുമേ, യേശുവെന്നെ വീണ്ടെടുത്തനാ, നന്ദിയോട് സ്തുതി പാടുമേ. എന്തോ ഡാൻസ് ആയിരുന്നു അറിയാം. സ്വർഗം നിന്ന് ഡാൻസ് കളിച്ച് കാണും. ദൂതന്മാർ മൊത്തം ഡാൻസ് കളിക്കണോ സഭയ്ക്കകത്ത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹം പറയുന്നത് ദൂതന്മാർ ഉൾപ്പെടെ ഇങ്ങനെ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞൊരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ദൂതന്മാരും സ്വർഗവും ഒക്കെ എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹം തുള്ളിയതുപോലെ തുള്ളിയെന്നും, അതുകൊണ്ട് സഭയ്ക്കകത്ത് ഡാൻസ് കളിക്കണോടാ എന്നൊക്കെ പറയുന്ന ഒരു നിലവാരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പ്രസംഗങ്ങളിൽ പരാമർശിച്ച് വിടാറുണ്ടെങ്കിലും ഒരു വീഡിയോയിൽ ഇതൊരു വിഷയമായി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം.
എന്നാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം. കാരണം തികച്ചും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്യവചനങ്ങളെ പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വാക്യങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുകയും അതങ്ങനെയാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തന്നാൽ ഇത്തരം കൾട്ടുകളെ ദൈവസഭയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ്. ഇദ്ദേഹം പറയുന്നത് സഭയ്ക്കകത്ത് ഡാൻസ് കളിക്കണം ഇവിടെ എന്നാണ്. ഇവരീ പറയുന്ന ഡാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവസഭയ്ക്കകത്ത് കുറെ പിള്ളേർ കാണിച്ചു കൂട്ടുന്ന പിള്ളേരുകളെ കുറിച്ചാണ്. വിവിധമാകുന്ന ലൈറ്റുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പബ്ബിലും ക്ലബിലുമൊക്കെ ഈ DJ ഡാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ലൈറ്റ് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ഇവർക്ക് പുതിയ ജനറേഷന് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം എന്ന് പറയുന്ന ഒരു അനുഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടത്ത് നിന്ന് എല്ലാവരും തുള്ളിക്കളിക്കുക. അതിന് പുറത്തുള്ള മറ്റു പാട്ടുകൾ ഇടാനായിട്ട് ഇപ്പോൾ തൽക്കാലം നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതേ ഋതത്തിലും അതേ BGM-ലും ഒക്കെ യേശുവെ എന്നുള്ള 4 വരി എഴുതി ചേർക്കുക. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് തുള്ളാൻ പറ്റും. എന്നാൽ പുതിയ നിയമസഭയിൽ എവിടെയെങ്കിലും ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കണം, തുള്ളണം എന്ന് പറയുന്ന ഒരു ഉപദേശത്തെ യേശുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചിട്ടില്ല. അവരങ്ങനെ ചെയ്തതായി നമുക്ക് കാണാനും കഴിയുന്നില്ല. എന്നാൽ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പാദമൊന്ന് ഇളകിയെന്നോ അല്ലെങ്കിൽ അദ്ദേഹം സന്തോഷത്തോടെ ഒന്ന് തുള്ളിച്ചാടി എന്ന് വെച്ചോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സഭയ്ക്കകത്ത് ഡാൻസ് കളിക്കണവിട എന്ന് പറഞ്ഞ ഒരു പഠനമൊന്നും ദൈവസഭയുടെ ഉപദേശങ്ങളിൽ പെടുന്ന കാര്യമല്ല. ഇനി ഒരു പക്ഷേ ഒന്ന് തുള്ളിച്ചാടിയാലും സുബോധത്തിന്റെ ആത്മാവിലാകണം എന്ന് വളരെ കൃത്യമായ ഉപദേശം ലേഖനങ്ങളിൽ ഉണ്ട് താനും. സുബോധത്തിന്റെ ആത്മാവിലല്ല ഇന്ന് ഇവറ്റകൾ തുള്ളുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. തുള്ളി ഒരു ഭാഗം അപ്പുറത്തോട്ടും അവിടുന്ന് തുള്ളി ഇപ്പുറത്തോട്ടും പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തും പിന്നെ കൈ കോർത്ത് പിടിച്ചും ഒക്കെ തുള്ളിച്ചാടുന്ന ഒരുതരം വട്ടന്മാരാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആരാധന എന്ന പേരിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ പ്രഹസനങ്ങളൊക്കെ. ഇതിന് ഇവർ ആധാരമാക്കുന്നത് ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളി, അത് ദൈവം പറഞ്ഞിട്ട് തുള്ളി എന്നൊരു പ്രയോഗം വേദപുസ്തകത്തിലില്ല. പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞിട്ട് തുള്ളിയൊന്നുമില്ല. ഇനി ദൈവം അത് പുതിയ നിയമസഭയുടെ ഉപദേശമായി യേശുവിലൂടെയോ അപ്പോസ്തലന്മാരിലൂടെയോ പുതിയ നിയമസഭയ്ക്ക് കൈമാറിയിട്ടുമില്ല. ഇനി ദാവീദ് തുള്ളിയതാണ് ഇവരുടെ ഒരു മാതൃകയെങ്കിൽ എന്തുകൊണ്ട് ദാവീദ് തുള്ളിയതുപോലെ ഇവർ തുള്ളുന്നില്ല? ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ദാവീദ് തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ടാണ് തുള്ളിയത്. അപ്പൊ നാളെ പഠിച്ച് ഈ വട്ടന്മാര് ഇനി തുണി ഇല്ലാതെ തുള്ളണമെന്ന് പഠിപ്പിച്ചാലും നമുക്ക് അതിശയപ്പെടേണ്ടതില്ല. കാരണം ഇവരുടെയൊക്കെ റോൾ മോഡൽ ദാവീദാണ്. മാത്രമല്ല, ഇനി ദാവീദിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇവർ അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദാവീദ് ഊരിയാവിന്റെ ഭാര്യ കുളിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കണ്ടു, മട്ടുപ്പാവിൽ നിന്ന് കണ്ടു. പിന്നീട് അത് മോഹമായി ആ ഊരിയാവിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ ഭാര്യയെ പിടിച്ചോണ്ട് വന്നു, അവളുമായി ബന്ധം പുലർത്തി, അതിലൊരു കുഞ്ഞ് ജനിച്ചു. അപ്പൊ ഇതൊക്കെ പയ്യെ ഈ ന്യൂ ജനറേഷന്റെ ഉപദേശമായി മാറും. കാരണം ഇവരുടെയൊക്കെ റോൾ മോഡൽ ദാവീദാണ്. എന്നാൽ പുതിയ നിയമസഭയോട് വളരെ കൃത്യമായി ലേഖനങ്ങൾ പറയുന്നത് വിശ്വാസികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. അബ്രഹാം മുതലുള്ള വിശ്വാസ വീരന്മാരെ കുറിച്ചെല്ലാം പറഞ്ഞു വന്നിട്ട് ലേഖനകർത്താവ് അവസാനിപ്പിക്കുന്ന എന്താണ്? ഇവരൊക്കെ നമുക്ക് ചുറ്റിലുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കുവിൻ എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ, ദൈവസഭയുടെ റോൾ മോഡൽ. എന്നാൽ ഇവര് ദാവീദ് തുള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ദാവീദ് എഴുതിയ എത്രയോ സങ്കീർത്തനങ്ങളിൽ ദുഷ്ടന്റെ തലയിൽ തീ പൊയ്യണമെന്നും അവന് ഇടിമിന്നലേക്കട്ടെന്നും അവൻ നശിച്ചു പോകട്ടെ എന്നും ഒക്കെ പ്രാർത്ഥിക്കുന്ന നിരവധി പ്രാർത്ഥനകൾ സങ്കീർത്തന ഭാഗങ്ങളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയിൽ യേശു എന്താ പഠിപ്പിച്ചത്? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഇടിവെട്ടട്ടെന്നാണോ? തലയിൽ തീ വീഴട്ടെന്നാണോ? ഇതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം കരഞ്ഞതും നിലവിളിച്ചതും സങ്കീർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും യേശു പഠിപ്പിച്ച ഉപദേശമോ പുതിയ നിയമസഭയുടെ ഉപദേശമോ അല്ല. അപ്പോൾ ബൈബിൾ വേർതിരിച്ചു പഠിക്കുന്നതിൽ എന്താണ് സഭയുടെ ഉപദേശം, എന്താണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചത്, എന്താണ് അക്ഷരീകമായി സംസാരിച്ചത്, എന്താണ് ആലങ്കാരികമായി പറഞ്ഞത്, എന്താണ് ഉപമയായി പറഞ്ഞത്, ഇതൊന്നും തിരിച്ചറിയാതെ ബൈബിളിൽ ഒരു വാക്യം കണ്ടാൽ അതെടുത്ത് അതുപോലെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഇത്തരം മണ്ടന്മാര് കാണിക്കുന്ന ഈ വിവരക്കേടുകളൊക്കെ ശരിയാണ് എന്ന് ധരിക്കുന്ന ഒരു കൂട്ടം വചന പരിജ്ഞാനമില്ലാത്ത ആളുകൾ ഇവരുടെ മുമ്പിൽ തുള്ളുന്നത് കൊണ്ടാണ് ഇത്തരം കൾട്ടുകൾ ദൈവസഭയ്ക്കകത്ത് അരങ്ങ് തകർക്കുന്നത്.
അതുകൊണ്ട് വചനത്തെക്കുറിച്ച് പഠിക്കണം, വചനം യാഥാർത്ഥ്യമായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തിരിച്ചറിയണം, ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ തുള്ളിയതല്ല ദൈവസഭയുടെ മോഡൽ എന്ന് പറയുന്നത്. ദൈവസഭയുടെ ആരാധനയുടെ ഭാഗവുമല്ല ദാവീദിന്റെ തുള്ളൽ എന്നുള്ളത് വചനം അറിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പുതിയ നിയമസഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനങ്ങൾ പരിശോധിക്കുക. നമുക്കറിയാം തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്ക ലേഖനം 2:15 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുമെന്നാണ് ദൈവസഭയോട് പറയുന്നത്. അപ്പൊ ലേഖനങ്ങൾ എന്ന് പറയുന്നത് പുതിയ നിയമസഭയുടെ പ്രമാണമാണ്. ആ ലേഖനത്തിൽ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു. ശ്രദ്ധിക്കണം, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, തിന്നും കുടിച്ചും വയറു നിറഞ്ഞപ്പോൾ അവർ കളിക്കുവാൻ എഴുന്നേറ്റു. അവർ തുള്ളിക്കളിച്ചു. എവിടെയാണ്? കാളക്കുട്ടിയുടെ മുമ്പിലാണ് അവർ തുള്ളിയത്. അന്ന് 3000-ഓളം ജനം പട്ടുപോയി. അങ്ങനെ നിങ്ങൾ ആകരുത് എന്നാണ് 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല സഭയ്ക്കകത്ത് തുള്ളിക്കളിക്കണമെന്നല്ല. ഇസ്രായേൽ തുള്ളിക്കളിച്ചതുപോലെ, ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയതുപോലെ നിങ്ങളാകരുത് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇവരെ കളിക്കുന്ന തുള്ളിക്കളിക്കാൻ ദൈവസഭ കളിക്കളമല്ല. ദൈവസഭ കളിക്കളമല്ല, ദൈവസഭ യുദ്ധക്കളമാണ്, ആത്മീയ യുദ്ധമാണ്. ലേഖനകർത്താവ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഒരു ആത്മീയ യുദ്ധക്കളത്തിലാണ് ദൈവമക്കൾ നിൽക്കുന്നത്. അവിടെ കളിക്കാൻ നമുക്ക് നേരെയില്ല. അപ്പൊ ഇതൊന്നും വചനത്തിന്റെ പരിജ്ഞാനം ഇല്ലാത്ത ഈ പിള്ളേര് കളി ദൈവസഭയ്ക്കകത്ത് അനുവദിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ദൈവവചനത്തെ സ്നേഹിക്കുന്ന, വചനത്തിന് വേണ്ടി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നിത്യതയെ കാംക്ഷിക്കുന്ന ദൈവമക്കൾ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്ത പ്രസ്താവന നേരെ പഴയ പാട്ടിലേക്കാണ് പോകുന്നത്. അടവി തരുക്കളിനിടയിൽ എന്ന മനോഹരമായ പഴയ ഗാനം, അതിനെ പരിഹസിച്ചുകൊണ്ട് ഈ റജി നാരായണൻ പറയുകയാണ്, പാട്ടിന്റെ കാര്യം വരുമ്പോ അടവി തരുക്കളിനിടയിൽ വീട്ടിൽ പോയി അപ്പച്ചനെ ആ തരുവിൽ അങ്ങിരുത്തണം. ആമേൻ. പുതിയതിലും ആത്മാവുണ്ട്. സ്വോത്രം പറ. അത് പരിശുദ്ധാത്മാവ് അങ്ങ് 68-ലായിരുന്നു, ഇപ്പൊ ഇല്ലേ? പരിപാടി നിർത്തില്ലെങ്കിൽ ലോറി ഇപ്പോഴും ഉണ്ട് പരിശുദ്ധാത്മാവ്. പറ. എല്ലാരും പണങ്ങി. ചിലരിങ്ങി ആരെ പ്രസാദിപ്പിക്കാനായി ഈ നൂറ്റാണ്ടിലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം. ഓരോർക്കുന്ന അതിനകത്ത് പെന്തിക്കോസ് പോയി ആ സാധനം രക്തം. ആ അടവി തരുക്കളിനിടയിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ എന്തിനാ പാടുന്നത്? അത് പാടുന്ന അപ്പച്ചന്മാരെയൊക്കെ ആ തരുക്കളിന്റെ ഇടയെ കൊണ്ട് ഇരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരിഹാസത്തിന്റെ വാക്കുകൾ കണ്ടു. എടോ നാരായണ, തനിക്ക് ദൈവവചനത്തെ കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ താൻ ഇത്തരം പരിഹാസം, ആ പ്രത്യാശയുള്ള ഗാനത്തെക്കുറിച്ച് താൻ പറയില്ലായിരുന്നു. ആ പാട്ടിനെ കുറിച്ച് താൻ ഇങ്ങനെ പരിഹസിക്കുവാൻ, തനിക്കതിൽ എന്ത് തെറ്റാണ് കാണാൻ കഴിഞ്ഞത് എന്ന് തനിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ താൻ ഒരു വീഡിയോയിൽ വ്യക്തമാക്കണം. എന്നിട്ട് ചോദിക്കുകയാണ്, ആ പാട്ടൊക്കെ ആരെ പ്രസാദിപ്പിക്കാനാണ് അത് പാടിയെന്ന്? അടവി തരുക്കളിനിടയിൽ. എന്നിട്ട് പറയാണ്, പുതിയ പാട്ടിലും ആത്മാവുണ്ട് എന്ന്. ഏതാ ഈ പുതിയ പാട്ട്? ഈ മഹാൻ ഈ അടുത്ത കാലത്ത് എഴുതിയ 1-2 പാട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അദ്ദേഹം എഴുതിയൊരു പുതിയ പാട്ടുണ്ട്. ഏതാണെന്നറിയാമോ? എൻ്റെ പെരയ്ക്കകത്ത് കയറാൻ ഞാൻ പോരാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട്. അതിന് നല്ല റിതമൊക്കെ ഇട്ട് ആളുകളെ ഒന്ന് ത്രസിപ്പിക്കുന്ന നിലയിലൊക്കെ എടുത്തിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ടിങ്ങനെയാ പാടുന്നത്, എൻ്റെ പെരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ് എന്നാണ്. അപ്പോ ഈ പാട്ട് ആത്മാവ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ആത്മാവ് എവിടുന്ന് വന്നതാണ് എന്ന് പരിശോധിച്ചാൽ പണ്ടെങ്ങോ കേട്ടു മറന്ന ഒരു പാട്ടിൽ നിന്നാണ് ഈ ആത്മാവ് വന്നത്. വേണമെങ്കിൽ 2 വരി ഞാനൊന്ന് കേൾപ്പിക്കാം. ഒന്ന് കേട്ടു നോക്കിയേ. ഒരവസരം വന്നാൽ എന്നിലെ സ്നേഹം കാണിക്കാൻ, എന്നുള്ളിലെ സ്നേഹങ്ങൾ മുഴുവൻ നിന്നെ അറിയിക്കാൻ. ഒരവസരം വന്നാൽ എന്നിലെ സ്നേഹം കാണിക്കാൻ, എന്നുള്ളിലെ സ്നേഹങ്ങൾ മുഴുവൻ നിന്നെ അറിയിക്കാൻ. അപ്പൊ ഇതാണ് എൻ്റെ പെരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ് എന്ന പാട്ട് വന്നത് ഈ ആത്മാവിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ പറയാണ്, എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ. ആ വരി എവിടുന്ന ഏത് ആത്മാവിൽ നിന്നാ വന്നെന്നറിയാമോ? അടുത്ത ഒന്ന് കേട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് ഇദ്ദേഹത്തിന് ആത്മാവ് വന്നതും. ആത്മാവ് വന്നിട്ട്
ഈ പാട്ടൊക്കെ ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ആത്മാവ് ഏതാണെന്ന് മനസ്സിലായത്. ഇനി ഈ ആ ടൂണും ഒന്നായി പോയത് കൊണ്ട് നമ്മളാരും അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. കാരണം പഴയ പാട്ടിന്റെയും സിനിമാ പാട്ടിന്റെയും ഒക്കെ ടൂണിൽ നമുക്ക് ഒത്തിരി ആരാധനാ ഗാനങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടാകുന്നൊന്നും നമ്മളാരും ഇതുവരെ പറഞ്ഞില്ല. പക്ഷെ ഈ ആത്മാവ് മുറിക്കകത്ത് ഇറങ്ങി വന്നു എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന കാണുമ്പോൾ ചിലതൊക്കെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇനി ഇദ്ദേഹത്തിന്റെ പാട്ടും ഈ അടവി തരുക്കളിനിടയിൽ എന്ന പാട്ടുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അടവി തരുക്കളിനിടയിൽ എന്ന പാട്ടിന്റെ വരികൾ എന്താ? അവിടെ ഇങ്ങനെ പറയുകയാണ്, അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. കർത്താവിന്റെ നാമത്തെ ഉയർത്തുകയാണ് ആ പാട്ടിന്റെ വരികൾ ചെയ്യുന്നത്. അടുത്ത അനുവല്ലവി പരിശോധിച്ചേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ, യേശുക്രിസ്തുവിന്റെ നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടുന്നു. എത്ര മനോഹരമാണ്! അവിടെ മഹത്വം കർത്താവിനാണ് പോകുന്നത്. ഇനി അടുത്ത വരികൾ പരിശോധിച്ച് നോക്കിയേ. മനം ക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്ത് അണച്ചു ഭയപ്പെടേണ്ട എന്ന് ഉരച്ചവന് വാഴ്ത്തുമേ എന്റെ പ്രിയന്. 100% മഹത്വം കർത്താവിന് മാത്രം കൊടുക്കുന്ന ഒരു നിർമ്മലമായ ഗാനം, അനുഗ്രഹിക്കപ്പെട്ട ഗാനം അടവി തരുക്കളിനിടയിൽ. നോക്കൂ, ആ പാട്ട് പാടുമ്പോൾ മഹത്വം പൂർണ്ണമായി ദൈവത്തിനാണ് പോകുന്നത്. സത്യത്തിൽ ദൈവവചന പ്രകാരം എന്താണ് ആരാധന? എന്താണ് ആരാധന? ആഴ്ചയിൽ 6 ദിവസം ദൈവം നമ്മളെ നടത്തി. 6 ദിവസം നമ്മൾ ചോദിച്ചതും പ്രാർത്ഥിച്ചതുമായ നന്മകൾ ദൈവം നമുക്ക് തരുന്നു. ഇതിനെല്ലാം പകരമായി തിരിച്ച് ദൈവത്തിന് ഒരു ദിവസം ദൈവത്തിന് തിരികെ നന്ദി കൊടുക്കുക എന്നുള്ളതാണ് ആരാധന എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയും ചെന്നിരുന്നിട്ട് തായോ 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 എന്ന് പറയുന്നതല്ല. നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് നന്ദി കരയറ്റുക, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിക്കുക. അതാണ് ആരാധന. അത് ഇദ്ദേഹം എഴുതിയ പാട്ടുകൾ പിന്നെയും പിന്നെയും പാടുന്നത് എന്താണ്? അവിടെ കത്തിയ പോലെ എനിക്ക് തരണേ, തീ ഇറങ്ങിയ പോലെ തരണേ, അഗ്നി തിളയ്ക്കുന്ന പോലെ ഇറങ്ങണേ, വെള്ളം തിളയ്ക്കുന്ന പോലെ തരണേ, തരണേ 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 എന്ന് എഴുതി വെക്കുകയാണ്. അതിനേക്കാളൊക്കെ എത്രയോ മഹത്വമാണ് ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാതിരുന്നിട്ടും, കഴിക്കാൻ ആഹാരമോ ഉടുക്കാൻ നല്ല വസ്ത്രമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് വാഴ്ത്തുമേ എന്റെ പ്രിയനെ എന്ന് പാടിയ പാട്ടുകളൊക്കെ ആരെ പ്രസാദിപ്പിക്കാനാണെന്നാണ് ഈ തിരുമണ്ടൻ ചോദിക്കുന്നത്. ഈ മണ്ടന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാന തത്വം പോലും അറിയാതെയാണ് ഇദ്ദേഹം പാസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ഇദ്ദേഹത്തെ പോലുള്ള ഈ വക്രതയുള്ള ഈ വട്ടന്മാരെയൊക്കെ വിളിച്ചു പ്രസംഗിപ്പിക്കുന്ന ദൈവദാസന്മാരെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹത്തിന്റെ പാട്ടുകളും പഴയ പാട്ടുകളും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. എന്നിട്ട് പുള്ളി പറയുകയാണ്, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ 12 മണിക്കാണ് പ്രസംഗം. 12 മണിക്ക് ഇറങ്ങി ചെന്നാൽ മതി. പക്ഷെ റൂമിൽ ഇരിക്കുമ്പോൾ 10 മണിയായപ്പോഴേ അവിടെ ആരാധന തുടങ്ങി. ആ ആരാധന കേട്ടിട്ട് പുള്ളിക്ക് അവിടെ ഇരിക്കാൻ പറ്റാതെ പുള്ളി 12 മണിക്ക് പ്രസംഗിക്കാൻ വന്നാൽ മതി, പക്ഷെ പുള്ളി പാട്ട് കേട്ടുകൊണ്ട് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അതെന്താ, ഈ പ്രസംഗിക്കാൻ പോകുന്നവർക്ക് ആരാധിക്കാനുള്ള വകുപ്പില്ലേ? അവർക്ക് 12 മണിയാകുമ്പോൾ പ്രസംഗിക്കാൻ മാത്രം വന്നാൽ മതിയോ? അവർക്ക് ആരാധന എന്ന് പറയുന്ന പ്രോസസ്സൊന്നുമില്ലേ? അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പ്രമാണമില്ലേ? അവർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കണ്ടായോ? ഒന്നുമില്ല. പ്രസംഗിക്കാൻ സമയമാകുമ്പോൾ കയറി വരിക, പോവുക. എന്നാ പ്രസംഗ തൊഴിലാളിയാണ്. ഇനി പുള്ളി താഴെ ഇറങ്ങി വന്നപ്പോൾ പുള്ളി പാടിയ പാട്ട് അവർ പാടി, പുള്ളിക്ക് ആത്മാവ് കയറി പാടി എന്ന് പറഞ്ഞ പാട്ട് ഏതെന്ന് കേൾക്കണ്ടേ? അത് പുള്ളി പറഞ്ഞു കേട്ടോ? ഒന്ന് കേട്ട് നോക്കിയേ. പിള്ളേർ നൃത്തം ചവിട്ടി ആരാധിക്കുക സഭയിൽ. ആ സഭയില് എനിക്ക് ആ പാട്ട് കേട്ട് മേളിൽ ഇരിക്കുക. 12 മണിക്ക് ഇറങ്ങി ചെന്നാ മതി. മെസ്സേജാ, എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് റെഡി ആയിട്ട് നോക്കിയപ്പോ പിള്ളേരാ പാടുക. ആടുമേ നാം പാടുമേ യേശുവപ്പായേ നാം പാടുവേ, ആടുമേ നാം പാടുവേ, ആടുമേ ഞാൻ പാടുമേ എന്നാണ് കേട്ടത്. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വന്ന ആ പാട്ട് തന്നെയാണ്. കേൾക്കണോ പ്രിയ കൂട്ടരെ? അത് തന്നെയാണ് ഈ സാധനം. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും സിനിമാ പാട്ടിന്റെയോ ആൽബത്തിന്റെയോ നാടൻ പാട്ടിന്റെയോ ഒക്കെ കോപ്പി എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് അതിന്റെ അകത്തൂടെ കയറി വരുന്ന ആത്മാവിനെയാണ് ഇദ്ദേഹത്തെ പോലുള്ള ഈ വിരുദ്ധന്മാര് ദൈവസഭകളിൽ ഇറക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ടൂണിന്റെ കോപ്പി ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. കാരണം ടൂൺ എടുക്കുന്നൊന്നും വലിയ അപരാധമായി നമ്മളാരും പറഞ്ഞില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ പാട്ടിലെ വചന വിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. എന്റെ പെരയ്ക്കകത്തു വരാൻ
ഞാൻ പോരാത്തവനാണ്. ഇത് ആരാ പാടുന്നത്? ആരെ കൊണ്ടാ ഇത് പാടിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ കൊണ്ടാ ഇത് പാടിക്കുന്നതെന്ന് ഓർക്കണം. ഈ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയെന്നാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദൈവമായിട്ടുള്ള ബന്ധം അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ്. കാൺമീൻ, നാം ദൈവമക്കൾ, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിങ്കിൽ അടുത്തു വരുവാൻ അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയെന്നാണ് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താ? ആ ബന്ധം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പനോട് പറയാണ്, നീ എൻ്റെ പെരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, നീ എൻ്റെ പെരയ്ക്കകത്ത് വരണ്ട. മനസ്സിലായോ? ഇത് ദൈവമക്കളെ കൊണ്ട് പാടിക്കുകയാണ്. എന്നിട്ട് ഉടനെ അതിന് പറയുന്ന ന്യായം എന്താ? അത് ബൈബിളിലെ വാക്യല്ലേ? അതെ, ബൈബിളിലെ വാക്യമില്ലേ? ഉണ്ട്. ശതാധിപനും കാനാന്യ സ്ത്രീയും ഒക്കെ യേശുവിനോട് പറഞ്ഞതല്ലേ, നീ എൻ്റെ പെരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരുമെന്ന് കാനാന്യ സ്ത്രീ പറഞ്ഞു. എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് ശതാധിപൻ പറഞ്ഞു. ശരിയാണ്, അത് ബൈബിളിലുള്ളതല്ലേ? അതെ. പിന്നെ അതിലെന്താ തെറ്റെന്ന് ചോദിച്ചാൽ ചിന്തിക്കൂ, ശതാധിപനും കാനാന്യ സ്ത്രീയൊന്നും രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ഭാഗമല്ല. കാരണം അന്ന് യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു, എന്നെ ചേർക്കാൻ വീണ്ടും വരും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതെന്ന് ബൈബിൾ പറയുന്നില്ലേ? റോമാലേഖനം 10:9. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് എത്തപ്പെടാതെ ന്യായപ്രമാണത്തിന് കീഴെ ആയിരിക്കുന്ന ശതാധിപനും കാനാന്യ സ്ത്രീയും നീ എൻ്റെ പെരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ നാവ് കൊണ്ട് യേശു എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് പറയിക്കുക എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രമാണ്. ഈ പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് ദൈവത്തിന്റെ വചനം. രക്ഷിക്കപ്പെടാത്തൊരു സമൂഹം നമുക്ക് ചുറ്റും കിടപ്പുണ്ട്. അവര് വേണേ ഇത് പാടിക്കോട്ടെ, നമുക്കൊരു എതിർപ്പുമില്ല, വിമർശനങ്ങളുമില്ല, അവര് പാടിക്കോട്ടെ. എന്നാൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിനെ കൊണ്ട് ഇത് പാടിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ അജണ്ട. ആ അജണ്ടയാണ് ഇത്തരം പൈശാചിക ഏജന്റുമാരിൽ കൂടി ദൈവസഭയിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ, യൂത്തിന്റെ ഇടയിൽ ഈ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നത് ആ വരികൾ വചന വിരുദ്ധമാണോ അതോ അത് ബിബ്ലിക്കലാണോ എന്നൊന്നും നോക്കിയിട്ടല്ല പിള്ളേർ തുള്ളുന്നത്. അവർക്ക് തുള്ളാൻ അപ്പുറത്ത് കിട്ടാത്ത ഒരു BGM യേശുവിന്റെ പേരിട്ടുകൊണ്ട് ഇപ്പുറത്ത് കിട്ടുന്നു എന്നുള്ളതാണ്. അവർക്ക് അപ്പുറത്ത് തുള്ളാൻ കഴിയാത്ത ഒരു റിതം, അതിന്റെ ഒരു ടെമ്പോ, അതൊക്കെ ഇവർക്ക് ഈ പാട്ടിൽ ഇവിടെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പിള്ളേർ തുള്ളുന്നത്. അല്ലാതെ അതിൻ്റെ അകത്തെ വരികളോ അത് വചനവിരുദ്ധമാണോ വചനപ്രകാരമാണോ എന്നൊന്നും പരിശോധിച്ചിട്ടല്ല ഈ തലമുറ ഇതിനൊന്നും കേട്ട് തുള്ളുന്നത്. അപ്പോൾ വചനവിരുദ്ധമായ ഇത്തരം വരികളാണ് ഇദ്ദേഹത്തിന്റെ ആത്മാവ് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പരമപ്രധാനമായ മറ്റൊരു പാട്ടുണ്ട്. ആ പാട്ട് തീ പോലെ ഇറങ്ങണേ എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. തീ പോലെ ഇറങ്ങണേ എന്നൊക്കെ പറയുന്ന പാട്ട് പാടി ഒത്തിരി പെന്തക്കോസ്ത് സഭകളിൽ തീ ഇറക്കിയതാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പാട്ടിനെ കുറിച്ച്. അതുകൂടെ ഒന്ന് കേൾക്കാം. ചങ്കത്തട്ടുന്ന പാട്ട് പാടണം. തീ പോലെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ തന്നെ പറയണം, തീ പോലെ ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം, മോശയുടെ മുമ്പിൽ ഇറങ്ങിയ പോലെ ഇറങ്ങണം, സീനാമല ഇറങ്ങിയ പോലെ ഇറങ്ങണം. ഇദ്ദേഹം പറയുന്നത് തീ പോലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ തീ ഇറങ്ങണമെന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവമക്കളാണെങ്കിൽ, ദൈവപൈതലാണെങ്കിൽ ഇത്തരം വിഷയങ്ങളെ പഠന വിധേയമാക്കി തന്നെ പഠിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ പരിശുദ്ധാത്മാവ് തീയാണെന്നും പരിശുദ്ധാത്മാവ് തീ പോലെ വന്നെന്നും ഇനി തീ പോലെ ഇറങ്ങണമെന്നും ഒക്കെ ഈ തലമുറയെ കൊണ്ട് പാടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒരു സ്ഥലത്തും പരിശുദ്ധാത്മാവിനെ തീയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി തീയോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചിലരുടെ ചോദ്യം. ഉപമിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരോട് ചോദിച്ചാൽ ഇത്തരക്കാര് ഉടനെ മുമ്പോട്ട് കൊണ്ടുവരുന്ന ചില വാക്യങ്ങളുണ്ട്. ആ വാക്യം നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് വാക്യം? ഒന്ന്, ഇവർ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് തീ പോലെ വന്നില്ല എന്നാണ്. മറ്റൊന്ന്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്നാണ്. അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ എടുത്തു വെച്ചാണ് ഈ പുതിയ ജനറേഷനെ പരിശുദ്ധാത്മാവ് തീയാണെന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആ രണ്ട് വാക്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ചാലോ? നോക്കൂ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയല്ലേ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി.
അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അടുത്ത വാക്ക്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. വാക്ക് ശ്രദ്ധിക്കുക, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഒരു ബൈബിളിലുമില്ല. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എന്നാണ്. അപ്പൊ പോലെ എന്ന പദം അവിടെ വന്നതാണ് ഉപമയാകാൻ കാരണം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഒന്നിന് ഒന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. അങ്ങനെ പല സ്ഥലത്തും ഉപമയായി പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കറിയാം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഇസ്രായേലെ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വചനമാണ്. അപ്പോൾ കളിമണ്ണിനെ ഇസ്രായേൽ ജനത്തോടും കുശവനെ ദൈവത്തോടും ഉപമിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആരും ദൈവത്തെ കുശവാന്ന് വിളിക്കാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഉപമയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ്. ഇതുപോലെ ഉപമയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിൽ പോലും പരിശുദ്ധാത്മാവിനെ അല്ല തീയോട് ഉപമിച്ചത്, നാവിനെയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ നാവിൽ ഒരു തീക്കനൽ കൊണ്ട് തൊട്ടു ദൂതൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉടനെ അവൻ ദൈവത്തിന്റെ ആത്മാവിൽ അവൻ പ്രവചിക്കാനും ജനത്തോട് സംസാരിക്കാനും അവൻ ബലപ്പെട്ടു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ നാവിനെയാണ് തീയോട് ഉപമിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ അല്ല. അപ്പോ ഇനി പരിശുദ്ധാത്മാവിനെ ആണെങ്കിൽ പോലും ഉപമയെ നമുക്ക് അക്ഷരീകമായി പഠിപ്പിക്കാൻ പാടുണ്ടോ? നോക്കൂ, നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ, ശ്രദ്ധിക്കൂ, പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങുന്നത് കണ്ടു. ആരാ കണ്ടത്? യോഹന്നാൻ കണ്ടു എന്നാണ്. അപ്പൊ യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ ഒരു പ്രാവ് ചിറകടിച്ചു വന്ന് ഇരിക്കുന്നത് പോലെ, ദാറ്റ് മീൻസ് ഉപമയായി യോഹന്നാൻ കണ്ടു. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പ്രാവെന്നാണോ? അതിന്റെ അർത്ഥം നമ്മുടെ എല്ലാം കൺവെൻഷൻ നോട്ടീസിൽ ഇടത്തും വലത്തും 2 പ്രാവ് വേണമെന്നാണോ? അതോ നമ്മൾ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ചർച്ചിന്റെ മുമ്പിൽ ഒരു പ്രാവ് ഇരിക്കുകയാണ്, അയ്യോ ആത്മാവെ അകത്ത് വരാഞ്ഞ് എന്താണെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? യേശുവിനെ കുറിച്ച് വെളിപ്പാട് ദിവസം പറയുന്നു, അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നത് പോലെ ഒരു കുഞ്ഞാട്. ഏതെങ്കിലും ഒരു ഇറച്ചിക്കടയിൽ പോയി നമ്മൾ നോക്കൂ, ഒരാട് അറുത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. എന്നാൽ ഇവിടെ കൃത്യമായി പറയുന്നു, അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്. ആരാണത്? മരിച്ചിട്ടും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെയാണെന്ന് നമുക്കറിയാം, ബോധ്യമുണ്ട്. എന്ന് കരുതി നമ്മൾ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ റോട്ടിൽ ഒരു കുഞ്ഞാട് നിന്നാൽ, അയ്യോ യേശുവപ്പ എന്റെ കൂടെ പോരെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടോ? നമുക്ക് സുബോധമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. കാരണം ഇത് ഉപമയാണ് എന്നുള്ളതാണ്. അപ്പൊ ഉപമയെ ഉപമയായി പഠിക്കാതെ അത് അക്ഷരീകമായി എടുത്തുകൊണ്ടാണ് ഇവറ്റകൾ പാട്ടെഴുതുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു പല വാക്യങ്ങളും ഇവർ കാണരുതേ എന്ന്. കാരണം മറ്റു പല വാക്യങ്ങൾ ഇതുപോലെ ഉപമയായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇസ്രായേലേ ഇസ്രായേലേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്ന പോലെ പലവട്ടം നിന്നെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല എന്ന് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈ വലിയ വാക്യമൊക്കെ കണ്ടാൽ സുവിശേഷത്തിലുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഇവർ അടുത്ത പാട്ട് എഴുതും. ഏതാ? കോഴി പോലെ ഇറങ്ങണമേ, ചുണ്ടും കൊണ്ടു കൊത്തേണമേ. അപ്പോഴും നമ്മുടെ ആളുകൾ തുള്ളും. ആ കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം നമുക്ക് തുള്ളാൻ വേണ്ടി തന്നെയാണല്ലോ ഇരിക്കുന്നത്. ചോദിച്ചാൽ പറയും സുവിശേഷത്തിലുള്ള വാക്യല്ലേ, പാടുന്നതിന് എന്നാ കുഴപ്പം? പിതാവായ ദൈവത്തെയാണ് അമ്മ കോഴിയോട് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ കോഴി എന്ന് വിളിക്കാമെന്നും ഈ കീടങ്ങൾ നാളെ പറയും. അതുകൊണ്ട് വചനം പഠിക്കണമെന്നും ശരിയായ നിലയിൽ വചനം മനസ്സിലാക്കണമെന്നും ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയുക, അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല. ഇനി ലൂക്കോസ് സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞ തീയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു തന്നെ കേൾപ്പിക്കാം. ശ്രദ്ധിക്കൂ, ഇങ്ങനെയാ വായിക്കുന്നത്. ജനം കാത്തുനിന്നു. ആരാ കാത്തുനിന്നത്? സഭയല്ല, ജനം കാത്തുനിന്നു. കാരണം സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്. ആരാണ് ഈ എല്ലാവരും? യഹൂദന്മാരുണ്ട്, യഹൂദനല്ലാത്ത സകലരെയും ബൈബിൾ സംബോധന ചെയ്യുന്ന ജാതികൾ, വിജാതീയർ എന്നാണ്. അപ്പൊ യഹൂദന്മാരുണ്ട്, ജാതികളുണ്ട്. അവരെ എല്ലാവരോടും യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. നിങ്ങളെ എന്ന് യോഹന്നാൻ അഡ്രസ് ചെയ്യുന്നത് സഭയല്ല, ജനം അഥവാ യഹൂദൻ അല്ലെങ്കിൽ ജാതി, ഇവ കൂടിക്കലർന്ന ജനം. ആ ജനത്തെയാണ് യോഹന്നാൻ അഡ്രസ് ചെയ്യുന്നത്. ഇതൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ എന്നാണ് എഴുതിയിരിക്കുന്നത്. വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇതാണ് ഇവറ്റകൾ വായിക്കുന്ന വാക്യം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിന്റെ താഴേക്കുള്ളത് വായിപ്പിക്കില്ല. കാരണം താഴെ എഴുതിയിരിക്കുകയാണ്, അവന് വീശുമുറം കയ്യിലുണ്ട്. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ആരെ? ഈ പിന്നാലെ വരുന്നവന്റെ കയ്യിൽ, അഥവാ യേശുവിന്റെ കയ്യിൽ. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി
കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇവിടെ കോതമ്പിനെ വിശ്വസിക്കുന്നവരെ കുറിച്ചും ഈ പതിർ എന്ന് പറയുന്ന അത് വിശ്വസിക്കാത്ത ജനത്തെയുമാണ് ഇവിടെ യോഹന്നാൻ കാണിക്കുന്നത്. ഇതാരാണ് യേശുവിൽ വിശ്വസിക്കാത്ത, അവനെ ക്രൂശിക്കണമെന്ന് പറയുന്ന, അവനെ വാഗ്ദത്ത മശികയായി അംഗീകരിക്കാത്ത യഹൂദരോടും ജനത്തോടും യോഹന്നാൻ പറയുകയാണ്, വീശുമുറ അവന്റെ കയ്യിലുണ്ട്, അവൻ വീശും, നല്ലത് വേർതിരിക്കും, ആകാത്തത് അവൻ തീയിലിട്ട് ചുട്ടുകളയും. അവൻ എന്ന് പറഞ്ഞാൽ ന്യായം വിധിക്കാനുള്ള അധികാരം ഈ പിറകെ വരുന്നവനാണെന്നും അവൻ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവരെ തീയിലിട്ട് കളയാനും അധികാരമുള്ളവനാണെന്നും. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ദേശമേ ജനമേ, ഇന്ന് ഏത് യേശുവിനെ നിങ്ങൾ വേണ്ട എന്ന് പറയുന്നോ അതേ യേശു നിങ്ങളെ ന്യായം വിധിക്കുമെന്നാണ് യോഹന്നാൻ ജനത്തോട് വിളിച്ചു പറയുന്നത്. ഇനി അതിന് ബൈബിളിൽ തെളിവുണ്ടോ? വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണമല്ലോ. ഉണ്ട്. 2 വാക്യം ഞാൻ തെളിവായി തരാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ന്യായം വിധിക്കാനുള്ള അധികാരം യേശുക്രിസ്തുവിന്. തെളിവ് 1. തെളിവ് 2, യോഹന്നാൻ 5:27. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. പരിശോധിച്ചോളൂ നിങ്ങൾ. ഈ 2 വാക്യത്തിലും ന്യായം വിധിക്കാനുള്ള അധികാരം യേശുക്രിസ്തുവിനാണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പിറകെ വരുന്ന യേശുവിനാണ് ന്യായം വിധിക്കാനുള്ള യേശുക്രിസ്തുവിന്റെ അധികാരത്തെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തിയത്. ഓക്കെ, ഇത് പാസ്റ്റർ ആര് പറഞ്ഞു? ഇത് അങ്ങനെ തന്നെയാണെന്ന് പാസ്റ്ററോട് ആര് പറഞ്ഞു എന്നാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. അങ്ങനെ പറയാൻ 2 കാരണങ്ങളുണ്ട്. 1, ഇനി ഒരു വാദത്തിന് അല്ല യോഹന്നാൻ പറഞ്ഞത് തീ കൊണ്ടുള്ള സ്നാനമാണ് എന്നിരിക്കട്ടെ, ഒരു വാദത്തിന്. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ കള്ളം പറയാൻ പാടില്ലല്ലോ. കള്ളം പറയുന്ന ആത്മാവല്ലല്ലോ യോഹന്നാൻ സ്നാപകനിലുള്ളത്. സത്യമല്ലേ പറയാൻ പാടുള്ളൂ. അങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇഹലോക ജീവകാലത്ത് ഒരാളെയെങ്കിലും യേശു തീ കൊണ്ട് സ്നാനപ്പെടുത്തിയോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ യോഹന്നാൻ കള്ളം പറഞ്ഞോ? യോഹന്നാൻ കള്ളം പറഞ്ഞതല്ല. യോഹന്നാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ പറഞ്ഞ അതേ സബ്ജക്റ്റ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഭാഗത്തിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി കാര്യം മനസ്സിലാകും. ശ്രദ്ധിക്കൂ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ, യേശുവിനെ കുറിച്ചാണ്, അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഏതാ വാഗ്ദത്തം? പരിശുദ്ധാത്മാവ്. അടുത്ത വാക്ക്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. കണ്ടോണേ, യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച രംഗം യേശു പറയുക. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ. അപ്പം യേശു ഇവിടെ അഡ്രസ് ചെയ്യുന്ന നിങ്ങൾ ആരാണ്? ശിഷ്യന്മാരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, സഭയാണ്. അവരോട് പറയാം നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പൊ യേശു എന്ത് കട്ട് ചെയ്തു? യേശു തീ കട്ട് ചെയ്തു. യോഹന്നാൻ പറഞ്ഞ തീ യേശു ഇവിടെ ആവർത്തിച്ചില്ല, കട്ട് ചെയ്തു. കാരണം യോഹന്നാൻ പറഞ്ഞത് ജനത്തോടും യേശു പറഞ്ഞത് സഭയോടുമാണ്. സഭയ്ക്ക് തീയില്ല, സഭയ്ക്ക് പരിശുദ്ധാത്മാവേ ഉള്ളൂ. നാം തീക്കായി വിളിക്കപ്പെട്ടവരല്ല. നാം തീക്കായി വിളിക്കപ്പെട്ടവരല്ല എന്ന് കൃത്യമായി വേദപുസ്തകം പറയുമ്പോൾ ഇവരെന്താ പാടുന്നത്? സീനായിലിറങ്ങിയ തീ പോലെ, ആ മലയിലിറങ്ങിയ തീ പോലെ, ഈ മലയിലിറങ്ങിയ തീ പോലെ, അവിടെ കത്തിയ പോലെ, ഇവിടെ കത്തിയ പോലെ ഇറങ്ങണമെന്നാണ്. ഇനി അതിനും ബൈബിൾ പറയുന്ന മറുപടി കേട്ടോ. എബ്രായ ലേഖനത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 12:18 വന്ന് വായിക്കുന്നു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പുതിയ നിയമസഭയോട് പറയാ, ഒരു വ്യാഖ്യാനം പോലും ആവശ്യമില്ലാതെ എഴുതി വച്ചിരിക്കുകയാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും. കേട്ടോ, പഴയ നിയമത്തിൽ തീ ഇറങ്ങിയ ഒരു പർവ്വതത്തിന്റെ അടുക്കലല്ല, ഇരുട്ടുള്ളിടത്തല്ല, മേഘതമസ് ഉള്ളിടത്തല്ല, കൊടുങ്കാറ്റും കാഹളനാദവും വാക്കുകളുടെ ശബ്ദം ഉള്ളിടത്തല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. മറിച്ച് താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും
ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. കണ്ടോ, മോശ കണ്ട തീയെക്കുറിച്ചും ആ കാഴ്ച എന്ത് ഭയങ്കരമായിരുന്നു എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട സഭ മോശ കത്തിച്ച തീയുടെ കീഴെ അല്ലല്ലോ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുമ്പോൾ ഇവറ്റകൾ പാടിക്കുകയാണ്, സീനായിൽ ഇറങ്ങിയ പോലെ, ആ മലയിൽ ഇറങ്ങിയ പോലെ ഇവിടെ കത്തിക്കണേ എന്ന് പറയുന്ന ഇവനൊക്കെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത വട്ടന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതെല്ലാം പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ ഒറ്റക്കാലം നിൽക്കും. പാസ്റ്റർ എന്താ പറഞ്ഞാലും ശരി, പരിശുദ്ധാത്മാവ് തീയ ആയിക്കോട്ടെ, ഒരു പിണക്കവും ഇല്ല. നിങ്ങൾ ഈ തീയുടെ പുറകെ പൊക്കോ. ഒടുവിൽ ചെന്ന് വീഴുന്ന സ്ഥലത്തും ഹോൾസെയിൽ തീയാണ്. കെടാത്ത തീയും ചാകാത്ത പുഴുവും, കത്തുന്ന പൊയ്ക. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും പറയണം, കണ്ടോ ആത്മാവ് ഞങ്ങളുടെ കൂടെ വന്ന കണ്ടോ, അവിടെ കിടന്നു, ഒരു കുഴപ്പമില്ല. എന്നാൽ വചനത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇത്തരത്തിലുള്ള വിക്രികളിൽ നിന്ന് ശരിയായ ദൈവവചന പഠനത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഈ പാട്ട് എഴുതുക എന്ന് പറയുന്നത്? ഒരു പാട്ട് എഴുതുന്നതിനെ കുറിച്ച്, എന്താകണം പാട്ട്, എങ്ങനെയാകണം പാട്ട് എന്നതിനെ കുറിച്ച് വരെ വേദപുസ്തകത്തിൽ വളരെ കൃത്യമായ ഉപദേശമുണ്ട്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്കത് ഒന്ന് പരിശോധിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 31-ാം അധ്യായം അതിന്റെ 14 മുതൽ ഇങ്ങനെ വായിക്കുകയാണ്. അനന്തരം യഹോവ മോശയോട്, നീ മരിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിങ്കൽ വന്ന് നിൽക്കുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിങ്കൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ നിന്ന് കൂടാരത്തിങ്കൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിന് മീതെ നിന്നു. യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർക്കുവാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായി തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായ്ക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും. ഇത്രയും കൽപ്പന മോശയോട് കൊടുത്തിട്ട് പറയുക, ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അതവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. അപ്പൊ എന്താണ് പാട്ട്? യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ അതൊരു പാട്ട് രൂപത്തിൽ അവർക്ക് പഠിപ്പിച്ച് വായ്പാഠമാക്കി കൊടുക്കുക. അപ്പൊ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കണം, ദൈവവചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളായിരിക്കണം, സഭയോടുള്ള ഉപദേശമായിരിക്കണം പാട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് നേരെ പുതിയ നിയമത്തിലേക്ക് എടുത്തു നോക്കിയാലോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. വാക്ക് ശ്രദ്ധിക്കണം, തമ്മിൽ പഠിപ്പിച്ചും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും പാട്ടുകളാലും തമ്മിൽ പഠിപ്പിച്ചും. അപ്പൊ എന്താണ് പാട്ട്? നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ചു, ദൈവത്തിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന എന്ത് ചെയ്യണം? വായ്പാഠമാക്കണം, പാട്ടാക്കണം. എന്നിട്ട് പുതിയ നിയമസഭയോട് എന്താ പറഞ്ഞത്? തമ്മിൽ പഠിപ്പിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു കുട്ടിയോട് നിങ്ങൾ പറയുകയാണ്, 84-ാം സങ്കീർത്തനം അടുത്ത ആഴ്ച കാണാതെ പഠിച്ചുകൊണ്ട് വരണം. ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാ കുട്ടികൾക്കും ഒരേ IQ അല്ല, അത് കഴിഞ്ഞെന്ന് വരില്ല. ചില കുട്ടികൾ 119-ാം സങ്കീർത്തനം തന്നെ കാണാതെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അത് പറ്റാത്തൊരു കുഞ്ഞിനോട് പറയാം 84-ാം സങ്കീർത്തനം കാണാതെ പഠിക്കണം. ഒരു പക്ഷേ ആ കുട്ടിക്ക് അത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ 2 ദിവസം കൊണ്ട് ആ കുഞ്ഞിനെ ഒരു പാട്ട് പഠിപ്പിക്കാൻ പറ്റി. ഏത് പാട്ട്? ആ മനോഹരം യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ആ പാട്ടത് പഠിച്ചു. ആ കുഞ്ഞാ പാട്ട് പഠിച്ചു. പക്ഷെ ആ പാട്ട് എന്താണ്? 84-ാം സങ്കീർത്തനമാണ്. ഒരു സങ്കീർത്തനം കാണാതെ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പറ്റാതിരുന്ന കുട്ടി ഒരു പാട്ട് രൂപത്തിൽ അത് വായ്പാഠമാക്കി കൊടുത്തപ്പോൾ അത് പഠിച്ചു. ആ പാട്ട് സഭയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടുമ്പോൾ 84-ാം സങ്കീർത്തനം എന്ന ദൈവത്തിന്റെ വചനം തമ്മിൽ പഠിപ്പിക്കുകയാണ്. ഇതാണ് പാട്ട് കൊണ്ട് ദൈവവചനം ഉദ്ദേശിക്കുന്നത്.
എന്നാൽ ദൈവവചനവുമായോ വചനത്തിന്റെ ഉപദേശവുമായോ ഒരു ബന്ധമില്ലാത്ത ഒരുത്തൻ രാവിലെ എഴുന്നേറ്റ് ഉറക്കപ്പിച്ചിൽ ഇരുന്നുകൊണ്ട് എഴുതി, പണ്ടേ ഞാനൊരു തല്ലിപ്പൊളിയ, എന്തൊരു പറയാന, എന്തൊരു ചെയ്യാന, എന്തരോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെ വായി തോന്നുന്നൊന്നും എഴുതി വെക്കുന്ന അല്ല പാട്ട്. പക്ഷെ പുതിയ തലമുറയ്ക്ക് ദൈവവചനത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർക്ക് വരി അറിയണ്ട, ആ വരി ദൈവവചനത്തിന്റെ കൽപ്പനയാണോ ഉപദേശമാണോ എന്ന് അവർക്ക് അറിയണ്ട. അവർക്ക് തുള്ളാൻ ഒരു ഋതം കിട്ടിയാൽ അവർ തുള്ളും. അവർ തുള്ളുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം ദൂതന്മാരും ദൈവവും സ്വർഗത്തിൽ കടന്ന് തുള്ളുവാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഈ വികട വ്യാഖ്യാനിയെ പോലെയുള്ള ഇത്തരം ഈ കൃമികീടങ്ങളെ ദൈവസഭയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് അടുത്തൊരു തലമുറയെ പ്രത്യാശയുള്ള ഒരുപക്ഷെ 1.5 മണിക്കൂർ പ്രസംഗം കേൾക്കുമ്പോൾ ലഭിക്കാത്ത ആശ്വാസം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ മേഖലയിൽ, മനം തകർന്ന മേഖലയിൽ ചിലപ്പോൾ ഒരു പാട്ട് നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? പഴയ കാലത്തെ പാട്ടുകൾ പോലും അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്ര എന്ന പാട്ടൊക്കെ ഇന്നും കേട്ടാൽ അതിനൊരു ജീവൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകും. അതാണ് പാട്ട്, അനുഭവത്തിൽ നിന്ന് ചാലിച്ചെഴുതിയ പാട്ട്. അതുകൊണ്ട് അടവി തരുക്കളിനിടയിൽ എന്ന പാട്ടിനെ ഒന്ന് വിമർശിക്കാൻ നാരായണ നീ പോരാ, ആയിട്ടില്ല എന്ന് ഒരു വാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയ്ക്കൂടെ വിരാമം കുറിക്കുന്നു. നാരായണൻ മറുപടിയൊക്കെ ആയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു എപ്പിസോഡിന് നോക്കാം. തൽക്കാലം സത്യം മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് ഈ വീഡിയോ ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു.